നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു മെട്രിക്സ് തന്നിരിക്കുന്നു. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. മെട്രിക്സിലെ എൻട്രീസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ക്വസ്റ്റ്യൻ ആയിട്ട് റൈറ്റ് ദി ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എഴുതുക. ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മെട്രിക്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് നോക്കുക. സി ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്ന A13 എഴുതണം, A21, A33, A24, A23 ഈ പറയുന്ന എലമെൻറ്റ്സ് ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഒരു മെട്രിക്സിൻ്റെ ആ ഒരു സിമ്പിൾ ഐഡിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്നാണ്. നമ്മളൊരു മെട്രിക്സിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഇതിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ മെട്രിക്സിൽ എത്ര റോ ഉണ്ട്? ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പോൾ ഈ മെട്രിക്സിലെ റോസിൻ്റെ എണ്ണം 3 ആണ്. ഇതുപോലെ ഇതിൽ എത്ര കോളം ഉണ്ടെന്ന് നോക്കുക. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇതിൽ 3 റോസും 4 കോളംസും ആണുള്ളത്. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഇറ്റ് ഈസ് എ 3/4 മെട്രിക്സ്. ഇപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3/4 എന്നായിരിക്കും. 3 റോസും 4 കോളംസും. ഇതുപോലെ ബി ക്വസ്റ്റ്യനിൽ ഇതിലെ എലമെൻസിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ എണ്ണം ഒറ്റയടിക്ക് എഴുതാം. ഓർഡർ 3/4 ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 × 4 12 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ എണ്ണി നോക്കി കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതിൽ 12 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് ഓർഡർ നോക്കിയിട്ട് 12 എലമെൻറ്റ്സ് എന്ന് പറയാം. ഇനി ഇതിലെ സി ക്വസ്റ്റ്യനിൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സിലെ A13 ആരാന്ന് നോക്കണം. അപ്പോൾ A13 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ A13. അപ്പോൾ A13 ഈക്വൽ ടു ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് 90. ഇനി ഇതേപോലെ A21. അപ്പോൾ A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന A21. അപ്പോൾ നമുക്ക് A21 ഈക്വൽ ടു 35. അടുത്തത് A33 ആണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ A33 പറഞ്ഞാൽ തേർഡ് റോയിൽ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. ഇതാണ് തേർഡ് റോ, ഇതിൽ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. ഇതാണ് നമ്മുടെ A33. അപ്പോൾ A33 ഈക്വൽ ടു -5. ഇനി അടുത്തത് A24 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെൻറ്റ്. ഇതാണ് A24. അപ്പോൾ A24 ഈക്വൽ ടു 12. ഇനി അടുത്തത് A23 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. ഇതാണ് സെക്കൻഡ് റോ, ഇവിടെ തേർഡ് കോളത്തിലെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ A23 ഈക്വൽ ടു 5/2. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു മെട്രിക്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ കൺസെപ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിലൊരു സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒരു മെട്രിക്സിൽ 18 എലമെൻറ്റ്സ് ഉണ്ട്. ഒരു മെട്രിക്സിൽ 18 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡേഴ്സ് എന്തൊക്കെ വരാം, ആ മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് എത്രയൊക്കെ വരാം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മെട്രിക്സിൽ 5 എലമെൻറ്റ്സേ ഉള്ളൂ എങ്കിലോ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സിൽ 18 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം m × n ആയിരിക്കും. ഇതുപോലെ 3/2 ആണെങ്കിൽ എലമെൻറ്റ്സിൻ്റെ എണ്ണം 3 × 2 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ 18 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. 18 എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും എന്ന് നോക്കിയാൽ മതി. അപ്പോൾ വേണമെങ്കിൽ 18 × 1. അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ ഓർഡർ 18/1 ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 റോയും ഒരു കോളവും ആവാം. അപ്പോഴും ഇതിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 18 ആയിക്കോളും. ഇനി അതല്ല എങ്കിൽ 9 × 2, അതായത് 9/2 മെട്രിക്സ് ആയിരിക്കാം. 9 റോയും 2 കോളവും. അപ്പോഴും അതിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 18 ആവും. ഇതുപോലെ 6 × 3, അപ്പോഴും എലമെൻറ്റ്സിൻ്റെ എണ്ണം 18. ഇനി നമുക്ക് വേണമെങ്കിൽ 3 × 6, അതായത് 3 റോയും 6 കോളും. അതുപോലെ 2 × 9, അതുപോലെ 1 × 18.
ഇത്തരത്തിൽ 6 ഓർഡേഴ്സ് പോസിബിളാണ്. ഈ 6 ഓർഡറിലും ഈ മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെയൊക്കെ മെട്രിക്സിലെ എലമെൻസിൻ്റെ എണ്ണം 18 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മുടെ മെട്രിക്സിൽ 5 എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ, അപ്പോൾ ഇഫ് മെട്രിക്സ് ഹാസ് 5 എലമെൻറ്റ്സ്, നമ്മുടെ മെട്രിക്സിൽ 5 എലമെൻറ്റ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇഫ് മെട്രിക്സ് ഹാസ് 5 എലമെൻറ്റ്സ്, അപ്പോൾ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ തന്നെ ആലോചിക്കുക. 5 ഉത്തരം കിട്ടാനായിട്ട് ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെ 5 ആൻസർ കിട്ടാനായിട്ട് നമുക്ക് 5 × 1, അതായത് ഒരു 5/1 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എലമെൻസിൻ്റെ എണ്ണം 5 ആയിരിക്കും. 5/1 എന്ന് പറഞ്ഞാൽ 5 റോയും ഒരു കോളം. അതല്ല എങ്കിൽ ഒരു 1/5 എടുത്താലും അതിൽ എലമെൻസിൻ്റെ എണ്ണം 5 ആയിരിക്കും. വേറെ ഒന്നും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ എലമെൻസിൻ്റെ എണ്ണം പ്രൈം ആണെങ്കിൽ 2 തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു തേർഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ഫ്രം ഫോളോയിങ് ഇക്വേഷൻ. താഴെ 2 മെട്രിക്സുകളൊക്കെ ഉൾപ്പെടുന്ന 2 ഇക്വേഷൻസ് തന്നിരിക്കണം. ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് ഈക്വൽ ടു വേറൊരു മെട്രിക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു. ഈ ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് എക്സ്, വൈ, സെഡ് ഇവരുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഈ 2 മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 2 മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻസ്, അതിൻ്റെ ഓർഡറുകൾ സെയിം ആയിരിക്കണം. അതിപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് 2/2 ആണ്, ഇതും 2/2 ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വില കാണാനായിട്ട് പോണത്. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യം തന്നെ നമ്മൾ ഈ മെട്രിക്സിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത് x+y ആണ്. ഇവിടെയാണെങ്കിൽ 6 ആണ്. ഈ മെട്രിക്സുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നേരെ എഴുതാം x+y = 6. ഇതുപോലെ ഇനി സെക്കൻഡ് എലമെൻറ്റ് ഓൾറെഡി 2 ആണ്, ഓക്കെയാണ്. ഇനി ഇവിടെ A21 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ കിടക്കുന്നത് 5+z ആണ്. ഇവിടെയാണെങ്കിൽ അത് 5 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 5+z = 5 എന്ന് എഴുതാം. ഇത് നമുക്ക് ഒറ്റയടിക്ക് z = ഈ +5നെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് -5 ആയി. സോ z = 0 എന്ന് കിട്ടി. ഇനി അടുത്തത് A22 സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് ഇവിടെ xy ആണ്, ഇവിടെയാണെങ്കിൽ 8 ആണ്. അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് xy = 8 എന്ന് കൊടുക്കാം. നമുക്ക് ഓൾറെഡി സെഡിൻ്റെ വില കിട്ടി. ഇനി നമുക്ക് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി 2 ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. x+y 6 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും കൂട്ടിയാൽ 6 കിട്ടണം. x × y 8 ആണ്, അതായത് എക്സ് വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആഡ് ചെയ്യുമ്പോൾ 6, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടുന്ന എക്സും വൈയും ആണ്. ഒന്നെങ്കിൽ എക്സ് 4, y 2 ആവാം. നമുക്ക് നോക്കി, y 4ഉം 2ഉം കൂട്ടി കഴിഞ്ഞാൽ 6 ആണ്, 4ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ആണ്. ഇതുപോലെ ഇനി വേണമെങ്കിൽ തിരിച്ചും പറയാം. x = 2ഉം അതുപോലെ y = 4ഉം ആവാം. അപ്പോൾ നമുക്ക് എക്സിന് പറ്റാവുന്ന വാല്യൂസ്, പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് 4 അല്ലെങ്കിൽ 2. ഇതുപോലെ പോസിബിൾ വാല്യൂസ് ഓഫ് y എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 4. സെഡിൻ്റെ വാല്യൂ 0. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതുകയാണെങ്കിൽ x = ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 2. അതുപോലെ y = ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4. ഇനി സെഡിൻ്റെ കാര്യമാണെങ്കിൽ z = 0. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസേഴ്സ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബി ക്വസ്റ്റ്യനും ചെയ്ത് നോക്കാം. ബി ക്വസ്റ്റ്യനിൽ ഈ 2 മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് തന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വില കാണാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് 3 ഐഡിയാസ് എടുത്ത് എഴുതാം. അതായത് ഇവിടെ ആദ്യത്തെ റോയിൽ ആദ്യം കിടക്കുന്ന എലമെൻറ്റ് x+y+z ആണ്, ഇവിടെയാണെങ്കിൽ 9 ആണ്. അപ്പോൾ നമുക്കതിനെ ഒരു ഇക്വേഷനായിട്ട്, ഒരു സിമ്പിൾ ഇക്വേഷനായിട്ട് എഴുതാം. x+y+z = 9. ഇനി രണ്ടാമത് കിടക്കുന്നത് ഇവിടെ x+z ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് x+z = 5 എന്ന് എഴുതാം. അതുപോലെ y+z = 7 എന്ന് എഴുതാം. ഉള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, എക്സും വൈയും സെഡും കൂട്ടിയാൽ 9 കിട്ടണം. അതിൽ വൈയും സെഡും കൂട്ടിയാൽ 7 കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. x + y + z = 9 ആണ്. അതിൽ
വൈയും സെഡും കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും എന്ന് നമുക്ക് തേർഡ് ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ സ്ഥാനത്ത്, വൈ പ്ലസ് സെഡിൻ്റെ ആൻസർ 7 ആണല്ലോ, അപ്പോൾ ഈ വൈ പ്ലസ് സെഡിന് പകരം 7 കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9 എന്ന് കിട്ടി. അഥവാ എക്സ് ഈക്വൽ ടു പ്ലസ് 7 റൈറ്റ് സൈഡിലേക്ക് കൊടുത്താൽ -7. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് സെഡിൻ്റെ വാല്യൂ കാണണമെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 എന്നാണ് കിടക്കണേ. അതിൽ എക്സ് 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 പ്ലസ് സെഡ് ഈക്വൽ ടു 5, therefore സെഡ് ഈക്വൽ ടു 5 മൈനസ് 2 അഥവാ സെഡ് 3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ സെഡിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി, എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ 2 എന്നും കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അടുത്ത ഇക്വേഷനിൽ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഇക്വേഷൻ എടുത്തു നോക്കുക. അപ്പോൾ ഈ 3 ഇക്വേഷനിൽ ഇനി അടുത്തത് ഒന്നെങ്കിൽ ഇതേ ഈ മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 7 എന്നാണ് കിടക്കുന്നത്. അതിൽ വൈയുടെ വാല്യൂ, വൈയുടെ അല്ല സെഡിൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈ പ്ലസ് 3 ഈക്വൽ ടു 7 എന്ന് എഴുതി. വൈ ഈക്വൽ ടു 7 മൈനസ് 3, വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, സെഡിൻ്റെ വാല്യൂ കിട്ടി, വൈയുടെയും വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു 2 എന്നും, വൈയുടെ വാല്യൂ കിട്ടിയേക്കണത് 4 എന്നും, സെഡിൻ്റെ വാല്യൂ കിട്ടിയേക്കണത് 3 എന്നുമാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസേഴ്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അനുസരിക്കുന്ന എക്സും വൈയും സെഡും, എക്സ് 2, വൈ 4, സെഡ് 3. അപ്പോൾ അതെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കുറച്ച് ആലോചിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്, കുറച്ച് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നല്ല ക്വസ്റ്റ്യനാണ്. പ്ലസ് 1 പഠിച്ചിട്ടുള്ള കുറച്ച് ഐഡിയകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഫൈൻഡ് നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രീസസ് ഓഫ് ഓർഡർ 3/3 വിത്ത് എൻട്രീസ് 0 or 1. എന്ന് വെച്ചാൽ ഇതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. നമുക്ക് 3/3 മെട്രിക്സുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിലെ എൻട്രീസ് 0 അല്ലെങ്കിൽ 1 മാത്രമേ വരാൻ പാടുള്ളൂ. 0, 1 ഈ 2 എലമെൻറ്റ്സ് മാത്രം ഉപയോഗിച്ച് എത്ര ഡിഫറെൻറ്റ് 3/3 മെട്രിക്സുകൾ ഉണ്ടാക്കാം? അതാണ് ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ 0 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 ഉപയോഗിക്കാം. വേറെ നമ്പറുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് 2 മാത്രം ഉപയോഗിച്ച് എനിക്ക് ആകെ എത്ര 3/3 മെട്രിക്സുകൾ ഉണ്ടാക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 3/3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ഫോം ജസ്റ്റ് 3/3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളറിയാം 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോയും 3 കോളും. അപ്പോൾ നമ്മൾ ആ മെട്രിക്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു 3/3 മെട്രിക്സ്. അപ്പോൾ അതിന് 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. ഞാൻ ഇതിലുള്ള ഓരോ എലമെൻറ്റിനെയും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡാഷ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 3/3 മെട്രിക്സിലാകെ 9 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 9 പൊസിഷൻസ് ഉണ്ട്. 1, 2, 3 ഇങ്ങനെ 9 പൊസിഷൻസ് ഉണ്ട്. ഈ ഓരോ പൊസിഷനിലും എനിക്ക് 2 ചാൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ 0 വയ്ക്കാം, അല്ലെങ്കിൽ 1 വയ്ക്കാം. ഇങ്ങനെ 2 സാധ്യതകളെ എനിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് എത്ര പോസിബിൾ ചാൻസസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇവിടെ എനിക്ക് 2 നമ്പറുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇതുപോലെ ഇവിടെയും 2 സാധ്യതകളേ ഉള്ളൂ. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇവിടെയും 2 സാധ്യതകൾ, 0 അല്ലെങ്കിൽ 1. ഇങ്ങനെയുള്ള ഈ 9 പൊസിഷനിലും എനിക്ക് 2 ചാൻസസ് വെച്ചാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് മെട്രീസസ് എന്ന് പറയുമ്പോൾ, ടോട്ടൽ നമ്പർ ഓഫ് മെട്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു 0ഉം 1ഉം വെച്ചിട്ട് വിത്ത് എൻട്രീസ് 0 or 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 9 പ്ലേസസ് ഉണ്ട്. ഓരോ പ്ലേസിലും 2 ചാൻസസ് വെച്ചാണ് ഉള്ളത്. ഇവിടെ 0 അല്ലെങ്കിൽ 1 വെക്കാം, ഇവിടെയും 0 അല്ലെങ്കിൽ 1 വെക്കാം. നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ 9 പ്ലേസിലും 2 ചാൻസസ് വെച്ചാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2 × 2 × 2 × ഇവിടെ ആകെ 9 പൊസിഷൻസ് ആണുള്ളത്. അപ്പോൾ ഓരോ പൊസിഷനിലും 2 ചാൻസ് എന്ന് പറയുമ്പോൾ 9 പ്രാവശ്യം 2 എഴുതുക. 9 പ്രാവശ്യം 2 എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ 9 ടൈംസ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ 2 × 2 പറഞ്ഞാൽ 2 സ്ക്വയർ, 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ്. അതുപോലെ
2 9 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണതിന് എളുപ്പത്തിന് നമുക്ക് 2⁹9 എന്ന് എഴുതാം. അതായത് 512. അപ്പോൾ എനിക്ക് 512 ഡിഫറെൻറ്റ് ടൈപ്പ് മെട്രിക്സുകൾ എനിക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും യൂസിങ് 0 അല്ലെങ്കിൽ 1. ഓക്കെ.